ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? ഹലോ? ഹലോ, ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ? ഹലോ? കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ? ആ, ആ, പറ്റുന്നില്ല. ഇപ്പോഴോ? ഒന്നുകൂടെ ഷെയർ ചെയ്യാവേ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാല്ലേ? ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ്. ഓക്കെ, ആരെ ചലന നിയമങ്ങൾ കൊണ്ടുവന്നേ അറിയാലോ? ന്യൂട്ടൺ അല്ലേ? ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ന്യൂട്ടന് 3 നിയമങ്ങളുണ്ട്, 3 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിന്റെ എക്സാമ്പിൾ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് അത് ഏത് നിയമത്തിൽ വരുന്നു എന്നൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ചലന നിയമങ്ങൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. 3 ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഏതാണ്? 1-ാം ചലന നിയമം. എന്താ 1-ാം ചലന നിയമം പഠിച്ചിട്ടില്ലേ? ഹലോ? കേൾക്കാൻ പറ്റുന്നില്ലേ? എന്തോ? കേൾക്കാം. ഉണ്ടല്ലോ. ഓക്കെ. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ 1-ാം ചലന നിയമമാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാം ചലന നിയമത്തിന് വേറൊരു പേരുണ്ട്. എന്താണെന്നറിയോ? ജഡത്വ നിയമം. ഓക്കെ, ജഡത്വ നിയമം ഇംഗ്ലീഷിൽ പറഞ്ഞാല് ലോ ഓഫ് ഇനേർഷ്യ. അപ്പൊ ഇനേർഷ്യ എന്ന് പറയുന്നതാണ് ജഡത്വം. അപ്പൊ ഇനേർഷ്യ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡി എന്ത് ചെയ്യില്ല, അതിന് തന്നെ സ്വയം അതിന് ചലിക്കാനോ അല്ലെങ്കിൽ അത് ചലിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക, ഒരു യൂണിഫോം മോഷനിലാന്ന് വിചാരിക്കുക, ആ മോഷനിൽ നിന്ന് മാറി പുറത്തേക്ക് വരാനോ അതിന് സാധിക്കില്ല. ഓക്കെ, ആ ഇതിന്റെ ഒരു ഇന്നബിലിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്, ജഡത്വം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബോഡി എന്ത് സാധനങ്ങൾ ആയിക്കോട്ടെ, ആ സാധനം എന്ത് ചെയ്യില്ല, തന്നെ ആ സംഭവം ബോഡി എന്ത് ചെയ്യില്ല, മൂവ്മെന്റിലേക്ക് പോവില്ല. എന്തില്ലാതെ, ഒരു എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് കൊടുക്കാതെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മൂവ്മെന്റിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ബോഡിയുടെ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. ഓക്കെ, അപ്പൊ അത് കാരണം അപ്പൊ ആ ജഡത്വത്തെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ന്യൂട്ടൺ 1-ാമത്തെ ചലന നിയമത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കാരണം നമ്മൾ ഇതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? ജഡത്വം എന്താന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒരു ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വയം അതിന്റെ അവസ്ഥയെ മാറ്റാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജഡത്വം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ജഡത്വത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു കല്ല് ഒരു സ്ഥലത്ത് കിടക്കുവാണ്.
ഒരു കല്ല് ഇവിടെ കിടക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കാത്തോടത്തോളം കാലം ഈ കല്ല് എന്ത് ചെയ്യും? അവിടെ നിന്ന് മൂവ് ചെയ്യില്ല, അവിടെ തന്നെ നിൽക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നാം ചലന നിയമം എന്താന്ന് ചോദിച്ചാല് നമ്മൾ പറയാണ് ഒരു അസന്തുലിതമായ ബാഹ്യബലം വേണം. ഓക്കെ. എന്താ അസന്തുലിതം എന്ന് പറഞ്ഞാൽ? സന്തുലിതം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു സാധനം ഇവിടെ ഇരിക്കുക, ഒരു മേശയുണ്ട്, അതിന്റെ പുറത്ത് ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഒരു ടേബിള്. അപ്പൊ നമുക്ക് അതിന്റെ വെയിറ്റ് താഴത്തേക്ക് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, താഴത്തേക്ക് ഒരു വെയിറ്റ് ഉണ്ട്, ആ ബുക്കിന്റെ വെയിറ്റ് താഴത്തേക്കുണ്ട്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്തുണ്ട്? അതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഒരു വെയിറ്റ് താഴത്തേക്കുണ്ട്, ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഫോഴ്സ് കൊടുക്കാത്തടത്തോളം കാലം ഇതെന്താണ്? ഇതിവിടെ ബാലൻസ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്ത് പ്രശ്നം പറ്റി? ഇവിടെ വേറെ ബലമൊന്നും ഇല്ല. ഇത് എന്ത് ബലമാണ്? സന്തുലിതം. ഓക്കെ. സന്തുലിതം എന്ന് പറഞ്ഞാല് ആ ഫോഴ്സുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ. ആ ഫോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മളൊരു വെയിറ്റ് ഒരു മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഒരു വെയിറ്റ് ഉണ്ട് ആ ബോഡിയുടെ, മേളിലേക്ക് അതിന്റെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും എന്തായിരിക്കും? രണ്ടും തമ്മിൽ ക്യാൻസൽ ആയിപ്പോവും. ഓക്കെ. അത് കാരണം അതിനെ നമ്മൾ സന്തുലിത ബലം എന്ന് പറയും. ഇനി അസന്തുലിത ബലം എന്ന് പറഞ്ഞാൽ എന്താ? തുലിതം. ഇപ്പൊ എന്റെ എന്തുണ്ട്? ഒരു ബോഡി ഇവിടെ ഇരിക്കുകയാണ്, താഴത്തേക്ക് ഒരു വെയിറ്റ് ഉണ്ട്, മേളിലേക്ക് ഒരു റിയാക്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഒരു ഫോഴ്സ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുവാണെങ്കിൽ ഈ ആറും ഡബ്ല്യു ക്യാൻസൽ ആയിപ്പോയി. പക്ഷേ എന്തുണ്ട്? ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ വേറൊരു ഫോഴ്സ് ഇവിടുന്ന് വരുന്നുണ്ട്, നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അസന്തുലിത ബലം. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? സന്തുലിത അസന്തുലിതം തമ്മില്? ഹലോ? ഓക്കെ. ഇനി നമുക്ക് ന്യൂട്ടന്റെ ചലന നിയമം പറഞ്ഞാല് ഇതാണ് അസന്തുലിത ബലവും സന്തുലിത ബലവും. ഇനി ന്യൂട്ടന്റെ ചലന നിയമം പറഞ്ഞാല് ഒന്നാം ചലന നിയമമാണ്. ഒന്നാം ചലന നിയമം, അതിന്റെ പേര് ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്, അല്ലെങ്കിൽ ജഡത്വ നിയമം എന്നാണ് നമ്മൾ ഇതിന്റെ മലയാളം പേര്. ഓക്കെ. ജഡത്വ നിയമം എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം, ചുമ്മാ ബാഹ്യബലമല്ല, ശ്രദ്ധിച്ചോണം, അസന്തുലിതമായ ബാഹ്യബലം. ഓക്കെ. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ എന്ത് ചെയ്യില്ല? ഓരോ വസ്തുവും അതിന്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. മനസ്സിലായോ? ഇതൊന്ന് വായിച്ചേ. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ, ഈ സമചലനം എന്ന് പറഞ്ഞാല് യൂണിഫോം മോഷൻ ആണ്. ഓക്കെ. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവര് സമചലനം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല, യൂണിഫോം മോഷൻ എന്നായിരിക്കും കേട്ടിരിക്കുന്നത്. അല്ലെ തന്നെ +1 ഒക്കെ ഇംഗ്ലീഷ് മീഡിയം തന്നെ ആണല്ലോ. അപ്പൊ സമചലനം എന്ന് പറഞ്ഞാൽ യൂണിഫോം മോഷൻ ആണ്. ഇതെന്താണ്? നേർരേഖ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. അതായത് ഒരു അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ബോഡിയുടെ സ്ഥിരാവസ്ഥയിലുള്ള നേർരേഖയിലുള്ള ചലനത്തിലോ അല്ലെങ്കിൽ അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്ഥിരാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇത് തന്നെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചേ. മാറ്റം വരുത്താനായിട്ട് തുടരുന്നതാണ്. ഓക്കെ ആണല്ലോ?
ഓക്കെ, ഇനി നമുക്ക് ഇതിന് ജഡത്വ നിയമം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഒന്നാം ചലന നിയമത്തിൽ എന്തിനെ പറ്റിയിട്ടാണ് വിവരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ജഡത്വത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഒരു ബസ്സിൽ പോവാന്ന് വിചാരിക്കുക. ഒരു ബസ്സിൽ നമ്മൾ കയറി, ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ട് വീഴും? ബാക്കിലേക്ക് വീഴൂലേ? ആണോ? ബസ് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിലേക്കല്ലേ വീഴുന്നേ? ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വീഴും, നമ്മള് ഫ്രണ്ടിലേക്ക് വീഴും. അപ്പൊ ബസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് വീഴുന്നതും ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വീഴുന്നതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓർത്തോണം. ഓക്കെ, അപ്പൊ അതായത് ബോഡി എന്ത് ചെയ്യാണ്? ബോഡി റെസ്റ്റിലിരിക്കുകയാണ്. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് ബസ് മുന്നോട്ടെടുത്തു. ഈ മുന്നോട്ടെടുക്കുമ്പോൾ ബസ് മുന്നോട്ട് പോകും. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യില്ല? ബോഡി റെസ്റ്റിലിരിക്കുകയല്ലേ സമയത്ത്. അപ്പൊ അത് റെസ്റ്റിലിരിക്കുന്ന കാരണം ബോഡി എന്ത് ചെയ്യും? ബാക്കിലേക്ക് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നിശ്ചലാവസ്ഥയിലുള്ള ജഡത്വത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയും എന്ത് ചെയ്യാണ്? നമ്മൾ ബസ്സിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ബസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മുടെ താഴത്തെ പാർട്ട്, അതായത് ലോവർ പാർട്ട് ഓഫ് ദ ബോഡി എന്ത് ചെയ്യും? സ്റ്റോപ്പിലേക്ക് വരും. നമ്മുടെ അപ്പർ പാർട്ട് എന്ത് ചെയ്യും? ആ മോഷണത്തോടെ ചെയ്യും. അതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വീഴുന്നത്. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. അത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം നമ്മൾ പഠിക്കാൻ പോവാണ്. രണ്ടാം ചലന നിയമം. ചലന നിയമം. ഓക്കെ, രണ്ടാം ചലന നിയമം എന്ന് പറഞ്ഞാല് അതിൽ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഓക്കെ, അതിൽ എം എന്ന് പറഞ്ഞാല് എന്താണ്? വസ്തുവിന്റെ മാസ്. എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ആക്സിലറേഷൻ. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ എന്തിനാണ്? രണ്ടാം ചലന നിയമത്തിലാണ്. അപ്പൊ നമ്മളിവിടെ ഒരു ഫോഴ്സ് പ്രയോഗിക്കുവാണ്. പ്രയോഗിക്കുമ്പോൾ ആ വസ്തു എന്ത് ചെയ്യും? ചലിച്ചു തുടങ്ങും. അപ്പൊ ആ ചലിക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും അതിന്റെ ചലനം. അല്ലെങ്കിൽ നമ്മൾ അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആക്ക വ്യത്യാസം. ഓക്കെ, ആക്ക വ്യത്യാസം എന്ന് പറയും, മൊമെന്റം എന്ന് പറയും, ആക്ക വ്യത്യാസം. ഈ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാല്, ഈ ആക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൊമെന്റം എന്നാണ്. നിങ്ങൾ മിക്കവരും ഇംഗ്ലീഷ് ആയിരിക്കും പഠിച്ചിരിക്കുന്ന വാക്ക്. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് മലയാളത്തിലായതുകൊണ്ട് ആക്കം എന്നായിരിക്കും പറയുന്നത്. അപ്പൊ മൊമെന്റം എന്ന് പറയുന്ന സാധനം, അതായത് ആക്ക വ്യത്യാസം അല്ലെങ്കിൽ മൊമെന്റത്തിലെ ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന്. ഓക്കെ, അസന്തുലിത ബാഹ്യബലമാണ് ഇവിടെ വേണ്ടത്. അപ്പൊ അസന്തുലിതമായിട്ടൊരു ബാഹ്യബലം നമ്മൾ ഒരു വസ്തുവിൽ പ്രയോഗിച്ചാൽ ആ വസ്തു എന്ത് ചെയ്യും? ചലിക്കും. ആ ചലിക്കുന്ന വസ്തുവിന് എന്തുണ്ടാവും? ഒരു ആക്ക വ്യത്യാസം ഉണ്ടാവും. ഈ ആക്ക വ്യത്യാസം എന്ത് ഡയറക്ഷനിലേക്കായിരിക്കും? ഈ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെലുത്തുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, ഒന്നാം ചലന നിയമം എന്തായിരുന്നു? നമ്മളൊരു വസ്തു സഞ്ചരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് വരണമെങ്കിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ ഉണ്ടായിരിക്കുന്ന വസ്തുവിനെ നമ്മൾ അതിന്റെ മോഷൻ വ്യത്യാസം വരുത്തണമെങ്കിലോ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഫോഴ്സ് കൊടുക്കണം. അതാണ് ഒന്നാം ചലന നിയമം. ഓക്കെ, നമ്മൾ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചെളി തെറിക്കുന്നത്. ഈ ഒന്നാം ചലനത്തിൽ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടയർ ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ നമ്മൾ ചെളി തെറിക്കുന്ന ഇങ്ങനെ ടാൻജൻഷ്യലി ആയിരിക്കും ചെളി തെറിക്കുന്നത്, അല്ലേ? ചെളി തെറിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വണ്ടിയുടെ ടയറിൽ നിന്ന് ചെളിയൊക്കെ തെറിക്കുന്നത് ഏതാണ്? ടാൻജൻഷ്യലി ആയിരിക്കും ചെളി തെറിക്കുന്നത്. അതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഫസ്റ്റ് ലോന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് ലോന്റെ എക്സാമ്പിൾ. അപ്പൊ 3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നിർത്തുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വീഴുന്നത്, റെസ്റ്റിലിരിക്കുന്ന ബസ് നിർത്തുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് വീഴുന്നത്, അത് രണ്ടും ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ വണ്ടിയുടെ ടയറിൽ നിന്ന് ചെളി തെറിക്കുന്നത് ടാൻജൻഷ്യലി ആയിരിക്കും. അതായത് ഇതിന് ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഫോഴ്സ് കൊടുക്കാത്തടത്തോളം കാലം. അത് ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ നിങ്ങൾ ഈ കാർപ്പറ്റൊക്കെ എടുത്തിട്ട്, കാർപ്പറ്റിലൊക്കെ പൊടി ഉണ്ടാവും ചവിട്ടിയിലൊക്കെ. ഈ പൊടി തട്ടിക്കളയാൻ നേരത്ത് ഈ കാർപ്പറ്റ് തട്ടിയാൽ മതി. നിങ്ങൾ അങ്ങനെ കാർപ്പറ്റ് തട്ടി കഴിയുമ്പോൾ കാർപ്പറ്റ് നീങ്ങും, പക്ഷെ ആ പൊടി അവിടെ നീങ്ങില്ല, അത് നേരെ താഴത്തേക്ക് വീഴും. അതും ഒന്നാം ചലന നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾ അതൊക്കെ എഴുതി വെച്ച് പഠിച്ചോണം. ഓക്കെ, ഇനി രണ്ടാം ചലന നിയമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തു ഉണ്ട്, ഈ വസ്തുവിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ വസ്തുവിനൊരു
ചലനം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ക വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ആ ആക്ക വ്യത്യാസം എന്താണ്? ആക്ക വ്യത്യാസത്തിന് നിരക്ക്, അത് ഫോഴ്സ് കൂടുമ്പോൾ ആക്ക വ്യത്യാസത്തിന് നിരക്ക് കൂടും. അത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും ഈ ആക്ക വ്യത്യാസം സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ രണ്ടാം ചലന നിയമം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, കേട്ടോ. അത് എഴുതിയാല് ഇപ്പൊ നമ്മൾ സെക്കൻഡ് ലോ എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇതൊരു സദിശം അതിശം എന്ന് പറഞ്ഞാൽ എന്താ? സദിശം അതിശം. അപ്പൊ സദിശം എന്ന് പറഞ്ഞാൽ അതില് ദിശയുണ്ട് അല്ലേ? അപ്പൊ ദിശയില്ല, നോ ദിശ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ വെക്ടർ എന്ന് പറയും അല്ലേ? സദിശമുള്ള വെക്ടറാണ് ഇത്, സ്കേലാറാണ്. അപ്പൊ ഈ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ലോ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാല് നമ്മൾ ഡയറക്ഷൻ പറയുന്നുണ്ട് ഇവിടെ അല്ലേ? അപ്പൊ ഇതൊരു സദിശ നിയമമാണ്. ഓക്കെ, സദിശ നിയമം അങ്ങനെയാണ് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, ഗൈഡില്. സദിശ നിയമം എന്ന് പറഞ്ഞാല് വെക്ടറാണ്. കാരണം നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സദിശ അളവാണ്. അതിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ മേളയിൽ ഇങ്ങനെ ഒരു വരയിടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യില് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം. ഓക്കെ, ഒരു വസ്തുവിന് ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം. ഓക്കെ, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസമല്ല, വ്യത്യാസത്തിന്റെ നിരക്ക്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്തായിരിക്കും? ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിൽ, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അസന്തുലിത ബാഹ്യബലം എന്ന് പറഞ്ഞ ഒരു സാധനം വേണം. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബാഹ്യബലത്തിന് നേരനുപാതത്തിലും അതേ ദിശയിലും ആയിരിക്കും. ഓക്കെ, അതായത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന് നിരക്കെന്ന് പറഞ്ഞാൽ അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ബാഹ്യബലത്തിന് നേരനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒന്ന് വായിച്ചേ ചലന നിയമം. എല്ലാവരും വായിക്കണം കേട്ടോ. 1-2 പേരോടെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എത്ര പേരുണ്ട്? 11 പേരുണ്ട്. ഓക്കെ, നിരക്ക് അതിലും അനുപാതത്തിലായിരിക്കും. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. നിങ്ങൾ രണ്ടുപേരോടല്ല, ബാക്കിയുള്ള ആൾക്കാരുണ്ട്, കുറെ പേരുണ്ടല്ലോ, ആരും മിണ്ടുന്നു പോലും ഇല്ല. അതൊക്കെ ഓണാക്കി വെച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണോ? ഡെന്ന മാർക്കോസ്, മനസ്സിലായോ? ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു ഓണാക്കി വെച്ച് കിടന്ന് ഉറങ്ങുവാണോ. ഓക്കെ, അടുത്തത് അടുത്തത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഓക്കെ, ന്യൂട്ടന്റെ ഒന്നും എഴുതണ്ട, നമ്മള് മൂന്നാം ചലന നിയമം. ഓക്കെ, അപ്പൊ മൂന്നാം ചലന നിയമം എന്ന് പറഞ്ഞാല് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന നിയമമാണ്. എന്താണ്? ഒരു പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവർത്തനം നടന്നാലും അതിൽ എന്തുണ്ടാവും? ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ എപ്പോഴും പറയുന്നത്, നമ്മളൊരു ബോട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കഴിയുമ്പോൾ അല്ലെ, ബോട്ടല്ലെങ്കിൽ വള്ളത്തിൽ കാല് വെക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ വള്ളം ബാക്കിലേക്ക് നീങ്ങും. അത് മൂന്നാം ചലന നിയമത്തിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ? അതായത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ്
ന്യൂട്ടന്റെ തേർഡ് ലോ. ഓക്കെ, എല്ലാ പിള്ളേരും സ്കൂളിലെ പിള്ളേരോടൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേർക്ക് ആകെ ന്യൂട്ടന്റെ നിയമം ഏതെങ്കിലും പറയാൻ പറഞ്ഞാല് ചാടിക്കയറി പറയുന്ന ഒരു നിയമം ഏതാണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യം വിപരീതമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. അപ്പൊ ഇതില് ഒരു സംശയം, ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് വരുന്നതാണ്. ഇപ്പൊ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ടാവുന്നുണ്ട് അല്ലെ? പ്രവർത്തനം പ്രതിപ്രവർത്തനവും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലെ? പ്രവർത്തനം ഇങ്ങോട്ടാണെങ്കിൽ പ്രതിപ്രവർത്തനം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ട് ഇത് ക്യാൻസൽ ആവുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ സ്കൂളിലൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇത് ക്യാൻസൽ ആവുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട കാര്യം ഇത് എന്താണ്? വ്യത്യസ്ത ബോഡികളിലാണ്. ഓക്കെ, വ്യത്യസ്ത വസ്തുക്കളിലാണ് കേട്ടോ, മറന്നു പോകരുത്. വ്യത്യസ്ത വസ്തുക്കളിലാണ് എന്ത് നടക്കുന്നത്? ഈ പ്രവർത്തനവും പ്രതിപ്രവർത്തനം. അപ്പൊ എ എന്ന് പറയുന്ന വസ്തുവിലാണ് പ്രവർത്തനം എന്ന് വിചാരിക്കുക. പ്രവർത്തനം എ എന്ന് പറയുന്ന വസ്തുവിലാണെങ്കിൽ ബിയിലായിരിക്കും എന്ത്? പ്രതിപ്രവർത്തനം. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരിക്കലും ഒരു വസ്തുവിലല്ല, വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളിലാണ്. അത് കാരണം ഇത് ക്യാൻസൽ ആയി പോവില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു നിയമമാണ് മൂന്നാം ചലന നിയമം. പരീക്ഷയ്ക്ക് നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ട നിയമവും ഈ മൂന്നാം ചലന നിയമമാണ്. എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കണം. മൂന്നാം ചലന നിയമത്തിന്റെ എന്ത് സന്ദർഭങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മതി, അതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. ഉദാഹരണങ്ങൾ. അപ്പൊ മൂന്നാം ചലന നിയമം നമ്മൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാല്, ഒന്ന്, തോക്കില്ലേ നിങ്ങളുടെ കയ്യിലുള്ള തോക്ക്, ഗണ്ണെന്ന് കണ്ടാൽ നിങ്ങൾ അപ്പോൾ ഓർത്തേക്കാം മൂന്നാം ചലന നിയമം. ഗണ്ണെന്ന് കണ്ടാൽ മൂന്നാം ചലന നിയമം അല്ല, ഗണ്ണിൽ നിന്ന് പായുന്ന വെടിയുണ്ട. ഓക്കെ, നിങ്ങൾ വെടിയുണ്ട പായുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗണ്ണ് ബാക്കിലേക്ക് മാറുന്നുണ്ടല്ലേ, അതാ ഒന്ന്. പിന്നെ തോണി തുഴയുന്നത്. ഓക്കെ, തോണി തുഴയുന്നത് അത് മൂന്നാം ചലന നിയമമാണ്. ഇനി നമ്മൾ നടക്കൂലേ, നമ്മൾ നടക്കുമ്പം ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഒരാള് തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുവാണ്. ഓക്കെ, തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോ എങ്ങോട്ട് പോകും തോണി? ഈ ചാടിയാൽ തോണി എവിടെ പോകും? തോണി പുറകിലോട്ട് പോകുന്നു. പോകുന്നത്. ഓക്കെ, അത് എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് ചാടുന്നത് ഈ നമുക്ക് ശരിക്കും തേർഡ് ലോ എന്ന് പറയാൻ പറ്റുമോ? ഓടുന്നിരിക്കുന്ന വണ്ടിയിൽ നിന്ന് ചാടുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വീഴുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. ഇത് റെസ്റ്റിലിരിക്കുന്ന സാധനത്തിൽ നമ്മൾ, അപ്പൊ ഇത് രണ്ട് ബോഡിയല്ലേ. നമ്മൾ ബോട്ട് ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് ചാടി ഇറങ്ങിയപ്പോ ഈ ബോട്ട് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോകും? ബാക്കിലേക്ക് പോകും. ഇയാൾ ഫ്രണ്ടിലേക്ക് പോകുന്നത്. പിന്നെ റോക്കറ്റ് ഇല്ലേ, റോക്കറ്റും ഏതാണ്? മൂന്നാം ചലന നിയമമാണ്. കാരണം റോക്കറ്റിൽ ഈ ഫ്യൂല് കത്തുന്നുണ്ട്, അങ്ങനെ താഴത്തേക്ക് ഫ്യൂല് വീഴുന്നുണ്ട്. അപ്പൊ റോക്കറ്റ് അങ്ങോട്ട് പോകും, ഫ്രണ്ടിലേക്ക് പോകും. അപ്പൊ ഇത് ഇത്ര എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്തിരിക്കുക. എത്ര ആണ് നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്? റോക്കറ്റിന്റെ കാര്യം ഇവർ പറഞ്ഞിട്ടില്ല, പക്ഷെ റോക്കറ്റാണ് ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ. തോണി തുഴയുന്നതും ഈ ഇതും മെയിൻ ആയിട്ട്. പിന്നെ നമ്മൾ ഈ നമുക്കൊരു പ്രതിപ്രവർത്തനം കിട്ടിയാലേ നമുക്ക്, ഇപ്പൊ നമ്മൾ നടക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നടക്കാൻ നേരത്ത് നമ്മുടെ തറയില് എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ നമ്മൾ പറയൂലോ, ഫ്രിക്ഷൻ എന്തോ മലയാളം എന്തോ. അപ്പൊ ആ ഫ്രിക്ഷൻ ഇല്ലാത്ത സമയം വരുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അവിടെ ഒരു പ്രതിപ്രവർത്തനം കിട്ടില്ല, നമ്മൾ തെന്നി വീഴും. നമ്മളൊരു ഐസിൽ ഒരു കാറ് കിടക്കാന്ന് വിചാരിക്കാം, നമുക്ക് തള്ളാൻ പറ്റില്ല കാറിന്. കാരണം നമുക്ക് അവിടെയുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെങ്കിൽ നമ്മൾ നടക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ബലം താഴത്തേക്ക് കൊടുക്കുമല്ലേ, തറയിലേക്ക് ഒരു ബലം കൊടുത്തിട്ട് അതിന്റെ പ്രതിപ്രവർത്തനത്തിലാണ് നമ്മൾ നടന്ന് അങ്ങ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ബലം കൊടുക്കുമ്പോൾ പ്രതിപ്രവർത്തനം കിട്ടില്ലെങ്കിൽ നമ്മൾ ഉരുണ്ട് വീഴും അവിടെ. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഓക്കെ, ഇനി ഞാനൊരു ജഡത്വം എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞായിരുന്നു. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. ഗൈഡിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ജഡത്വം വന്നിരിക്കുന്നത്. അപ്പൊ ജഡത്വം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയോ നേർരേഖ ചലനത്തിന് മാറ്റം വരുത്താനുള്ള കഴിവില്ല. ഓക്കെ, അതിനെയാണ്. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഒരു ഗവൺമെന്റ് ഓഫീസിൽ കയറിച്ചില്ല എന്ന് വിചാരിക്കുക, വില്ലേജ് ഓഫീസിൽ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഉച്ചയൊക്കെ ആകുമ്പോൾ ചെല്ലുന്നെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഒരു പണിയെടുക്കുക, അത് ചുമ്മിരിക്കായിരിക്കും കൂടുതൽ സമയം. ഇപ്പൊ കുറച്ച് വ്യത്യാസമുണ്ട് നേരത്തെയൊക്കെ. ഇപ്പൊ ഈ പറയുന്ന പോലെ CCTV ക്യാമറയും എല്ലാവർക്കും വിവരമൊക്കെ ഉള്ളത് കാരണം, പിന്നെ എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് ഇടുന്ന കാരണം കുറച്ച് പണിയെടുക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവർ കിടന്ന് ഉറങ്ങുമോ അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാതെ ചുമ്മിരിക്കുമായിരിക്കും. അപ്പൊ ഇവിടെ നിന്നല്ല, നമ്മൾ കോളേജിലൊക്കെ നോക്കി കഴിഞ്ഞാൽ, ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് തന്നെയാണ് അവസ്ഥ. അവർ ഉച്ച സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പണിയും പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കൂല, അവർക്ക് മടിയാണ്. ആ മടീനെ നിങ്ങൾ എന്തായിട്ട് വിചാരിച്ചേക്കാം? ജഡത്വമാണ്. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യില്ല, അവര്
വേറെ പണിയൊന്നും എടുക്കൂല. അത് തന്നെ. അതുപോലെ തന്നെ ഒരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് നിശ്ചലാവസ്ഥേനെ മാറ്റാൻ പറ്റൂല. അതാണ്. ഇപ്പൊ നമ്മളവിടെ ഇരിക്കുവാണ്. നമ്മൾ ഇരിക്കുന്ന സാധനം നമുക്ക് വേറൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ അവിടെ നിന്ന് എണീക്കൂല. നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ. സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റം വരുത്താനുള്ള കഴിവില്ല. ഓക്കെ. മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. ഓക്കെ. കഴിവില്ലായ്മ. മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. അതായത് ഒരു വസ്തുവിന് അതിന്റെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ നേർരേഖ ചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ല. ആ കഴിവില്ലായ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജഡത്വം. ഓക്കെ. ഇത് ആവിഷ്കരിച്ച ആരാന്നറിയാമോ? ജഡത്വ നിയമം പക്ഷെ ആവിഷ്കരിച്ചത് ന്യൂട്ടൺ അല്ല. അത് നിങ്ങൾ ഓർത്തിരുന്നോണം. ജഡത്വ നിയമം ആവിഷ്കരിക്കുന്ന ആള് ന്യൂട്ടണിനേക്കാളും മുന്നേ എല്ലാ കാര്യങ്ങളും. അപ്പൊ ന്യൂട്ടൺ ചെയ്തത് ഒരു സയന്റിസ്റ്റിന്റെ കാര്യങ്ങൾ മൊത്തം പുള്ളി കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊക്കെ മിക്കതും ഓൾട്ടർ ചെയ്യാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ മോഡിഫിക്കേഷൻ ആണ് വരുത്തിയത്. അത് ഗലീലിയോന്റെയാണ്. ഗലീലിയോ. ഓക്കെ. ഇപ്പൊ ഗലീലിയോ ആണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത്. ആ നിയമത്തിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ജഡത്വ നിയമം ആരാണ് കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ നമ്മളെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചാടി കയറി ന്യൂട്ടൺ എഴുതും. ജഡത്വ നിയമം അല്ല, ജഡത്വ നിയമം ശരിക്കും ഒന്നാം ചലന നിയമത്തിന് നമ്മൾ ജഡത്വ നിയമം എന്ന് പേര് വിളിക്കുന്നുണ്ട്. ഓക്കെ. ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ഓക്കെ. അത് ഗലീലിയോ ആണ്. അപ്പൊ അത് നമ്മൾ തെറ്റിക്കരുത്. ഓക്കെ. അപ്പൊ ഇത് ജഡത്വത്തിന്റെ എന്തിനെയാണ് ആശ്രയിക്കുന്നറിയാം? മാസിനെയാണ് ആശ്രയിക്കുന്നത്. ഓക്കെ. അത് ഓർത്തിരുന്നോണം. അപ്പൊ ജഡത്വത്തിന്റെ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ മാസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ മാസ് കൂടിയാൽ ജഡത്വം കൂടും, മാസ് കുറവാണെങ്കിൽ അതിന് ജഡത്വം കുറവായിരിക്കും. അല്ലെ? നമ്മളൊരു വലിയൊരു കല്ല് തള്ളി നീക്കാൻ ഭയങ്കര പാടായിരിക്കില്ലേ? അതിന് ജഡത്വം ഭയങ്കര കൂടുതലാണ്. ഒരു കൊച്ചു കല്ലാണെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാം, അല്ലെങ്കിൽ തള്ളിയാലത് നീങ്ങും. ഒരു കൊച്ചു വണ്ടിയാണെങ്കിൽ നമുക്ക് തള്ളാം, ബൈക്ക് നമുക്ക് തള്ളാം, കാറ് നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ തള്ളി നീക്കാൻ ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യിപ്പിക്കാം. പക്ഷെ ലോറി തള്ളാൻ പറ്റില്ല. കാരണം എന്താണ്? ലോറിക്ക് ജഡത്വം ഭയങ്കര കൂടുതലാണ്. ഓക്കെ. ഇനി അപ്പൊ ഇതില് അസന്തുലിത ബാഹ്യബലം വേണം കേട്ടോ. അസന്തുലിത ബാഹ്യബലം വേണം. സന്തുലിതമായിട്ടുള്ളൊരു ബാഹ്യബലം ആണെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ ഇതില് നിങ്ങൾ ഇപ്പം ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ മെഷർ ഓഫ് ഇനേർഷ്യ. ഓക്കെ. മെഷർ ഓഫ് ഇനേർഷ്യ എന്നാ പിള്ളേര് പറയുന്നത്. മെഷർ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മാസ് ആണ്. മറന്നു പോകരുത്. മെഷർ ഓഫ് ഇനേർഷ്യന്റെ അല്ലെങ്കിൽ ജഡത്വത്തിന്റെ അളവ്. ഓക്കെ. അളവ് എന്നല്ല ഇതിന്റെ മലയാളത്തിലേക്ക്. ജഡത്വത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ എന്താണ്? ആ വസ്തുവിന്റെ മാസ് ആണ്. മെഷർ ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ മാസ് ആണ്. ഓക്കെ. അപ്പൊ മാറ്റത്തിനുള്ള വിമുഖത അല്ലെ? നമുക്ക് എല്ലാവർക്കും ഉണ്ട് വിമുഖത. മാറ്റത്തിനുള്ള വിമുഖതയാണ് എന്ത്? ജഡത്വം. അത് നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, വില്ലേജ് ഓഫീസിലെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? മാറ്റത്തിനുള്ള വിമുഖതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജഡത്വം. ഇനി നമ്മളിപ്പോ ഇതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞാല്, ജഡത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒന്ന് ലോങ് ജമ്പ്. ഞാൻ എല്ലാം എഴുതുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ലോങ് ജമ്പ് ചാടുന്ന ആൾക്കാർ ഓടി വരുവാണ്. ഓടി വന്നിട്ടാണ് ചാടുന്നത്. അപ്പൊ ആ ഓടി വരുമ്പം എന്ത് കിട്ടും നമുക്ക്? ആ ഓടുന്ന ഒരു ജഡത്വം ഉണ്ടല്ലോ, ആ ജഡത്വം നമുക്ക് കിട്ടും. അപ്പൊ കൂടുതൽ ദൂരം ചാടാൻ പറ്റും. ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യും? അല്പദൂരം ഓടുന്നത്. ഓക്കെ. നമ്മൾ ഓടി വന്നിട്ടാണ് ചാടുന്നത്. ലോങ് ജമ്പ് താരങ്ങൾ അല്പദൂരം ഓടി വന്നിട്ടായിരിക്കും ചാടുന്നത്. എന്നാലാണ് അവർക്ക് എന്ത് കിട്ടുള്ളൂ? ആ ഒരു കൂടുതൽ ദൂരം ചാടാനുള്ള ആ ഒരു ഇത് കിട്ടണ്ടേ? ആ ഒരു ഫോഴ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ അത്രയും കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ ജഡത്വം കാരണമാണ്. ഓക്കെ. ആ ഓട്ടത്തിലുള്ള ജഡത്വം കാരണമാണ്. ഇനി അതുപോലെ തന്നെ അടുത്തത് ബസ്. ഓക്കെ. ബസ്സിന്റെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ബസ് നിർത്തുന്നു, എന്ത് ചെയ്യുന്നു? ആൾക്കാർ എങ്ങോട്ട് വീഴുന്നു? മുന്നോട്ട് വീഴുന്നു. ഓക്കെ.
മുന്നോട്ട് വീഴ്ച. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയേക്കുന്നത്. ബസ് നിർത്താൻ നേരത്ത് ഞാനത് ഓൾറെഡി പറഞ്ഞാണ്. ബസ് നിർത്തുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വീഴും. ബസ് എടുക്കുന്നു, എന്ത് വീഴുന്നു? പുറകോട്ട് വീഴുന്നു. ഓക്കെ ഓക്കെ, പുറകോട്ട് വീഴുന്നു. ബസ് എടുത്താൽ പുറകോട്ടും, ബസ് വിട്ടാൽ പെട്ടെന്ന് എടുത്താൽ മുന്നോട്ടും വീഴും. ഇത് രണ്ടും ജഡത്വത്തിന്റെ എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഫാൻ നമ്മൾ നിർത്തുമെന്ന് വിചാരിക്കുക, നിർത്തിയാലും കുറച്ചു നേരം കറങ്ങും അല്ലേ? കുറച്ചു നേരം കറങ്ങുന്നത്. നിങ്ങൾ എക്സാമ്പിൾ ഇങ്ങനെ കുറെ കണ്ടുപിടിച്ചോണം. ഇതൊന്നും അല്ല PSC ചിലപ്പോൾ വേറെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഈ ഒരു കാര്യമുണ്ട്, ബസ് നിർത്തുന്നു മുന്നോട്ട് വീഴ്ച മാത്രം ഇവിടെ മതി. കാരണം എന്താണെന്നറിയോ? ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാം എന്താണ്? ചലന ജഡത്വത്തിന്റെ എക്സാമ്പിളാണ്. ചലന ജഡത്വം. ചലന ജഡത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, അപ്പൊ ചലന ജഡത്വം ഉണ്ട്, നിശ്ചല ജഡത്വം ഉണ്ട്. ഓക്കെ, അപ്പൊ ചലന ജഡത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ആ അവസ്ഥയെ നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ? അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എക്സ്ട്രാ ഒരു ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, കാർ ഓടിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ചു പോവുകയാണ്, വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആക്കി, അത് ന്യൂട്രൽ കുറെ ദൂരോടെ ഓടിക്കഴിഞ്ഞിട്ടല്ലേ നിൽക്കുള്ളൂ അല്ലേ? അപ്പൊ കുറച്ചു നേരം ഓടിക്കഴിഞ്ഞിട്ട് അത് നിൽക്കുള്ളൂ. ആ കുറച്ചു നേരം ഓടുന്നത് എന്തുകൊണ്ടാണ്? ചലന ജഡത്വം കാരണമാണ്. അപ്പൊ ഇത്ര മനസ്സിലായ എക്സാമ്പിൾസ് ഒന്ന് വായിച്ചേ. ആ ആ ആ മുന്നോട്ട് ബസ് എടുക്കാൻ പുറകോട്ട് വരുന്നത് ചലന ജഡത്വം അല്ല കേട്ടോ. അപ്പൊ അത് ബസ് എടുക്കുമ്പോൾ പുറകോട്ട് വരുന്നത് നിശ്ചല ജഡത്വമാണ്. അത് വരും നമ്മൾ ഇപ്പൊ തന്നെ. ഇനി അടുത്തത് നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് ഓക്കെ, നിശ്ചല ജഡത്തിന്റെ എക്സാമ്പിൾ ആണ് ബസ് എടുക്കുന്നു. ഓക്കെ, ബസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? പുറകോട്ട് വീഴും. അത് കാരണം എന്താണ്? നമ്മളവിടെ റെസ്റ്റ് ഇരിക്കുവാണ്. നമ്മൾ റെസ്റ്റ് ഇരിക്കുകയാണ്, ബസ് പെട്ടെന്ന് പോവുകയാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി, അപ്പോൾ നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി മോഷനിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി റെസ്റ്റിൽ തന്നെ ഇരിക്കും അല്ലെ? നിശ്ചലമായിട്ടിരിക്കും, അത് പുറകിലേക്ക് വീഴും. അതാണ് ബസ് എടുക്കുമ്പോൾ പുറകോട്ട് വീഴുന്നത്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് മാവിന്റെ കൊമ്പ് കുലുക്കൂലേ നമ്മള്? മാവിന്റെ കൊമ്പ് കുലുക്കുന്നത്. ഓക്കെ, മാവിന്റെ കൊമ്പ് കുലുക്കി എന്നാ സംഭവിക്കുന്നേ? മാങ്ങ വീഴും. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ വീഴും, അല്ലെ ഇല വീഴും. മറ്റേ മാങ്ങ വീഴുന്ന കേസാണ് ഉദ്ദേശിക്കുന്നത്. മാവിൻ കൊമ്പ് കുലുക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാങ്ങ വീഴും. അപ്പൊ ആ കൊമ്പ് മാത്രം കുലുങ്ങും, മാങ്ങ എവിടെ ചെയ്യും? മൂവ് ചെയ്യില്ല. മാങ്ങ അവിടെ നിശ്ചലമായിട്ട് നിൽക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കൊമ്പ് കുലുങ്ങുമ്പോൾ മാങ്ങ അവിടെ നിശ്ചലമായിട്ട് നിൽക്കുമ്പോൾ അതിന് ഞെട്ട് പൊട്ടിയിട്ട് മാങ്ങ താഴത്തേക്ക് വീഴും. അപ്പൊ മാവിൻ കൊമ്പ് കുലുക്കുന്നതെന്ന് നിങ്ങൾ കണ്ടാല് നിങ്ങൾ ഓർത്തേക്ക്, അത് നിശ്ചല ജഡത്വമാണ്. ഓക്കെ, ഇനി ക്യാരംസ്. ഇപ്പൊ നമ്മളിങ്ങനെ ക്യാരംസ് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കാന്ന് വിചാരിക്കുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് ക്യാരംസ് ആണേ. ഞാനിവിടെ ഒരു ക്യാരംസിന്റെ ഈ അടിയിലേക്ക് തട്ടുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്യും? എല്ലാം കൂടി താഴെ വീഴുന്നു. പക്ഷെ എല്ലാം കൂടി താഴെ വീഴില്ല. എന്തേ വീഴുള്ളൂ? ഈ അടിയിലത്തെ മാത്രമേ വീഴുള്ളൂ. ഞാൻ ഏതിനെയാണോ തട്ടിയത് അത് മാത്രമേ വീഴുള്ളൂ. ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യും? ഒരു നിശ്ചല ജഡത്വത്തിലായതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായോ? എക്സാമ്പിൾ മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ക്യാരംസ് ഇങ്ങനെ മേലെ അടക്കി വെക്കുക, എന്നിട്ട് അടിയിലത്തെ മാത്രം തട്ടുക. അപ്പൊ അടിയിലത്തെ മാത്രം തട്ടി കഴിയുമ്പോൾ അടിയിലത്തെ മാത്രമേ പോവുള്ളൂ. നമ്മൾ എല്ലാം കൂടി പോകുമെന്ന് വിചാരിക്കും. എല്ലാം കൂടി പോവില്ല, അടിയിലത്തെ മാത്രം പോവുള്ളൂ. അത് നിശ്ചല ജഡത്വത്തിനാണ്. ബാക്കിയുള്ള എല്ലാം നിശ്ചല ജഡത്വത്തിൽ ഇരിക്കുന്ന കാരണം അത് അവിടെ തന്നെ വന്ന് വീഴും. അപ്പൊ ക്യാരംസ് എന്ന് കണ്ടാൽ അത് നിശ്ചല ജഡത്വമാണ്. മാവിൻ കൊമ്പ് കുലുക്കുന്നത് നിശ്ചല ജഡത്വമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാർപ്പറ്റ്. ഓക്കെ, കാർപ്പറ്റ് നമ്മൾ തട്ടി കഴിയുമ്പോൾ, കാർപ്പറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ കാർപ്പറ്റ് മാത്രം നീങ്ങും. അതിന്റെ ഉള്ളിൽ കുറെ പൊടി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പൊടി, നമ്മൾ ചവിട്ടി എന്നൊക്കെ പറയില്ലേ, ചവിട്ടി, കാർപ്പറ്റ് അല്ലെങ്കിൽ ചവിട്ടി, നമ്മളിങ്ങനെ പിടിച്ച് തട്ടുമ്പോൾ അത് മാത്രം ഇങ്ങനെ നീങ്ങും. അതിന്റെ ഉള്ളിലെ പൊടി അവിടെ തന്നെ നിൽക്കും. അത് കാരണം പൊടി നേരെ താഴത്തേക്ക് വീഴും. അത് എന്താണ്? നിശ്ചല ജഡത്വത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമ്മളൊരു പലക എടുക്കാണ്. പലകയിൽ ഇഷ്ടിക.
ഓക്കെ, ഞാനൊരു പലക എടുത്തിട്ട് ഇതിന്റെ മേളിൽ ഒരു ഇഷ്ടിക വെച്ചേക്കാണ്. ഇത് ഇഷ്ടികയാണ്, ഇത് പലകയാണ്. ഓക്കെ, അപ്പൊ പലകയിൽ ഇഷ്ടിക വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ നീക്കുവാണ്. എന്തിനു നീക്കി? പലകയിൽ ഇഷ്ടിക വെച്ചിട്ട് ഞാൻ ഈ പലക ഒറ്റ വലി അങ്ങ് കൊടുത്തു. പലക ഒറ്റ വലി കൊടുക്കുമ്പോൾ ഇഷ്ടിക എവിടെ തന്നെ കിടക്കും? അവിടെ തന്നെ കിടക്കും. അല്ലാതെ ഇഷ്ടിക അതിന്റെ കൂടെ വരില്ല. പലക നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ മേലെ, ഇത് പലകയെന്ന് വിചാരിക്കുക, ഇതിന്റെ മേലെ ഞാൻ ഒരു ഇഷ്ടിക വെച്ചു, എന്നിട്ട് ഞാൻ ഒറ്റ വലിങ്ങ് വലിച്ചത് കണ്ടോ? ഞാൻ ഒറ്റ വലി വലിക്കുമ്പോൾ ഈ സാധനം അവിടെ തന്നെ നിൽക്കും. ഇത് അവിടെ നിന്നിട്ട് ഈ പലക മാത്രം നമുക്കിങ്ങ് മാറ്റാൻ പറ്റും. അതും നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ് കേട്ടോ. എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞ നിശ്ചല ജഡത്വത്തിന്റെ. ഞാൻ പറഞ്ഞോ. ആ ആ ആ മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോ മാങ്ങ താഴത്തേക്ക് വീഴുന്നത്. ആ ആ ആ ആ അരി മാത്രം പോകുന്നത്. ആ ആ ആ ആ ആ ആ അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, താഴത്തേക്ക് വീഴും. അതാണ് നമ്മുടെ നിശ്ചല ജഡത്വത്തിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് ആക്കമാണ്. അടുത്തൊരു സാധനം നമ്മൾ പഠിക്കണം, ആക്കം. ഈ മലയാളം മീഡിയം അല്ല ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക്, ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരൊന്നുമില്ല, എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ അല്ലേ +1 ഒക്കെ പഠിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്നത് ആക്കം. ഇപ്പൊ 9ാം ക്ലാസ്സിലെ കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല, 9ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ആക്കം എന്ന് പറഞ്ഞാല് മൊമെന്റ് എന്ന് പറയും. ഓക്കെ, മൊമെന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആക്കം എന്ന് ചിലപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് ബേസ് പഠിക്കുന്നവരൊന്നും ഈ ആക്കം എന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല. മൊമെന്റ് എന്ന് തന്നെയായിരിക്കും കേട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കേൾക്കാത്തവർ കേട്ടോളുക. ആക്കം എന്ന് പറഞ്ഞാല് മൊമെന്റത്തിന്റെ മലയാളമാണ്. ഓക്കെ, ആക്കം എന്ന് പറഞ്ഞാല് മൊമെന്റത്തിന്റെ മലയാളമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുക്കളുടെ സവിശേഷതയാണ് കേട്ടോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക്. ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ എന്തുള്ളൂ? ആക്കമുള്ളൂ. ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്താണ് ആക്കം. ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷത കേട്ടോ, വസ്തുക്കളുടെ സവിശേഷത. ഓക്കെ, ഇതൊരു സദിശ അളവാണ്. സദിശ അളവാണ്. ഓക്കെ, സദിശ എന്നാന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ഇതിന് ദിശയുണ്ട്, ദിശയും കൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ആക്കുന്ന അളവ്. ഓക്കെ, ഇതൊരു സദിശ അളവാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷതയാണ് ഈ ആക്കെന്ന് പറയുന്നത്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ആക്കം സമം, ആക്കത്തെ നമ്മൾ പി എന്നാ റെപ്രസെന്റ് ചെയ്യുന്നത്, എം ഇൻറ്റു വി. ഓക്കെ, പി സമം എം വി. അത് എം എന്ന് പറഞ്ഞാല് മാസ്, വി എന്ന് പറഞ്ഞാല് പ്രവേഗം. ഓക്കെ, മാസ് ഇൻറ്റു പ്രവേഗമാണ്, അല്ലെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ആക്കം. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ സവിശേഷതയാണ്. പിന്നെ എന്താണ്? ഇതൊരു സദിശ അളവാണ്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗമാണ്. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ മാസ് കൂടുതലാണെങ്കിലും അതുപോലെ തന്നെ പ്രവേഗം കൂടുതലാണെങ്കിലും ആക്കം കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ചെറിയൊരു കാറും വലിയൊരു ട്രക്കും, ഓക്കെ, ഒരേ സ്പീഡിൽ ഒരേ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. ഏതിനായിരിക്കും പ്രവേഗം കൂടുതൽ? സോറി, പ്രവേഗം അല്ല, ഒരേ വേഗത. ഇത് രണ്ടിനും ഒരേ വേഗതയാണ്. ഏതിനായിരിക്കും ആക്കം കൂടുതൽ? ഒരു വലിയ ലോറിയും ഒരു ചെറിയ കാറും. ആക്കം കൂടുതൽ ഏതിനായിരിക്കും? ആക്കം കൂടുതൽ ട്രക്കിനായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി സംഭവം. അതായത് അത് ഏത് വസ്തുവിനാണ് ഭാരം കൂടുതലെന്ന് നോക്കുക. ഭാരം എന്നല്ല, നമ്മുടെ അതിന്റെ മാസ് കൂടുതലെന്ന് നോക്കുക. അപ്പൊ മാസ് കൂടുതലുള്ളതിന്, ഒരേ വേഗത എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് കൂടുതലായിരിക്കണം? അതിന്റെ പ്രവേഗം ഒരേ പ്രവേഗമാണെങ്കിൽ അതിന്റെ മാസ് കൂടിയതിനായിരിക്കും എന്ത് കൂടുതൽ? ആക്കം കൂടുതൽ. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു സംശയം വരും. ഇനി തോക്ക്, ഓക്കെ,
നിങ്ങൾ തോക്കെടുത്താല് തോക്കിലെ വെടിയുണ്ടയ്ക്ക് വളരെ ചെറിയ വെയിറ്റേ ഉള്ളൂ അല്ലേ? ഭയങ്കര ചെറിയ ഗ്രാമിലല്ലേ വെയിറ്റ് ഉള്ളൂ. അപ്പൊ ഗ്രാമിലെ വെയിറ്റ് ഉള്ളെങ്കിലും അത് കൊള്ളുന്ന ആൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? അതിന്റെ വേഗത ഭയങ്കര കൂടുതലാണ്. ഓക്കെ, തോക്കിലെ അല്ലെങ്കിൽ ബുള്ളറ്റ് തോക്കിലെ വെടിയുണ്ടയുടെ വേഗത ഭയങ്കര കൂടുതലായതുകൊണ്ട് എന്ത് കൂടും? അത് കൊള്ളുന്ന ആൾക്ക് അപ്പൊ ഭയങ്കര ആക്കമായിരിക്കും. ബുള്ളറ്റിന് വെയിറ്റ് കുറവാണെങ്കിലും പക്ഷെ അതിന്റെ വേഗത ഭയങ്കര കൂടുതലായതുകൊണ്ട് നല്ല ആക്കമായിരിക്കും. അപ്പൊ അത് കൊള്ളുന്ന ആൾക്ക് പ്രശ്നമാണ്. ഇനി ഇതിന്റെ യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് ഒന്ന് പറഞ്ഞേ. മാസിന്റെ യൂണിറ്റ് എന്താ? SI യൂണിറ്റ് കിലോഗ്രാം. ആ, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പൊ നമ്മുടെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം. ആ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതാണ് നമ്മുടെ ആക്കത്തിന്റെ യൂണിറ്റ്. അതൊക്കെ ചോദിക്കാം കേട്ടോ. ആക്കത്തിന്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക്. ആക്കത്തിന്റെ യൂണിറ്റ് ആക്കത്തിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനിയിപ്പോ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വസ്തുവിന്റെ പറഞ്ഞോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മാസും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ മാസും പ്രവേഗവും കൂടുകയെന്ന് വിചാരിക്കുക. അപ്പൊ അത് കൂടിക്കഴിഞ്ഞാൽ അത് ചെന്ന് ഇടിക്കുന്ന ആഘാതം കൂടുമല്ലോ. അപ്പൊ മാസ് കൂടി പ്രവേഗം കൂടി, അപ്പൊ ഇടിക്കുന്ന ആഘാതം കൂടൂലേ? ഞാൻ ഈ ആരോ മാർക്ക് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് ആഘാതത്തിന്റെ സ്പെല്ലിംഗ് ഇതാണ്, ആഘാതം. അപ്പൊ ഈ മാസും പ്രവേഗം കൂടുമ്പോ എന്ത് കൂടും? ആഘാതം കൂടും. ഇത് എന്ത് കാരണമാണ്? ആക്കം കാരണം. ഓക്കെ, മറന്നു പോകരുത്. അപ്പൊ ഒരു വസ്തു ചെന്ന് ഇടിക്കുമ്പം, എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമ്പം എന്ത് സംഭവിക്കും? മാസും പ്രവേഗം മാസും പ്രവേഗം കൂടുതലാണെങ്കിൽ അത് ചെന്ന് ഇടിക്കുന്ന ആഘാതം കൂടുതലായിരിക്കും. നമുക്കറിയാം, നല്ല വലിച്ചൊരു കല്ലെറിയുകയാണെങ്കിൽ പരിക്ക് കൂടുതലായിരിക്കും പറ്റുന്നത്. കാരണം എന്താണ്? പ്രവേഗം കൂടുതലാണ് വലിച്ചെറിയുന്ന കല്ലിന്. നമ്മൾ പയ്യെ എറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തോക്കിലുള്ള ഒരു വെടിയുണ്ട നമ്മളെടുത്ത ഒരാളുടെ മേത്തേക്ക് ചുമ്മാ എറിയുവാണ്. അപ്പൊ അയാൾക്ക് പരിക്കൊന്നും പറ്റില്ല. ഇത് കൊള്ളുന്ന ആൾക്ക് ഒരു പരിക്കും പറ്റൂല. പക്ഷേ അതൊരു തോക്കിൽ നിന്ന് പായുന്ന സമയത്താണെങ്കിലോ അയാൾക്ക് പരിക്ക് പറ്റും. കാരണം എന്താണ്? അവിടുത്തെ ആക്കം വളരെ കൂടുതലായിരിക്കും. അപ്പൊ അത്രയും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കൂടുതലാന്ന് വിചാരിക്കുക. നമ്മൾ ന്യൂട്ടൺ രണ്ടാം ചലന നിയമത്തിൽ അത് പറയുന്നത്. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കൂടുതലാന്ന് വിചാരിക്കുക. ഓക്കെ, ആക്ക വ്യത്യാസ നിരക്ക് കൂടുതലാണെങ്കിൽ ബലവും കൂടുതലായിരിക്കും. ബലം, നമ്മൾ പ്രയോഗിക്കുന്ന ബലം കൂടുതലായിരിക്കും. ഓക്കെ, ആക്ക വ്യത്യാസ നിരക്ക് കൂടുതലാണെങ്കിൽ ബലവും കൂടുതലായിരിക്കും. അതാണ് അടുത്തത്. ഞാൻ ഈ മേളിലേക്ക് ആരോ ഇട്ടിരിക്കുന്ന കൂടുതൽ എന്നുള്ള മീനിങ് ആണ്. ആക്ക വ്യത്യാസ നിരക്ക് കൂടുമ്പോൾ ബലവും കൂടും, അല്ലെങ്കിൽ പ്രയോഗിക്കേണ്ട ബലം. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ? നിങ്ങളൊരു വസ്തുവിന്റെ വേഗത കൂട്ടണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ട വരും. ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ പയ്യെ എറിയുകയാണെങ്കിൽ ആക്ക വ്യത്യാസം കുറവായിരിക്കും. വലിച്ച് നല്ല ശക്തിക്ക് എറിഞ്ഞാൽ, അതായത് നമ്മൾ നല്ല ബലത്തിൽ എറിഞ്ഞാൽ ആക്ക വ്യത്യാസം കൂടുതലായിരിക്കും. അപ്പൊ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബലവും കൂട്ടേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മാസും പ്രവേഗവും കൂടുതലാണെങ്കിൽ ആക്കം എന്തായിരിക്കും? ആഘാതം, അത് തമ്മിൽ ഇടിക്കുന്ന ആഘാതം കൂടുന്നതിന്റെ കാരണം അത് ആക്കം കാരണമാണ്. ഓക്കെ, ഇനി അടുത്തത് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്തിന് തുല്യമായിരിക്കും? അസന്തുലിത ബാഹ്യബലത്തിന് തുല്യമായിരിക്കും. നമ്മൾ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പറയുന്നുണ്ട്. ഇനി ബലത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. മറന്നു പോകരുത്. ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ഓക്കെ, ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. അപ്പൊ അത്രയും പഠിച്ചു നമ്മള്. ഒരു ആക്ക വ്യത്യാസ നിരക്ക് പ്രവഹിക്കുന്ന ബാഹ്യബലത്തിന് നേരെ അനുപാതത്തിലായിരിക്കും. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചായിരുന്നു ന്യൂട്ടന്റെ. ഇനി ഒരു യൂണിറ്റ് ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാല് F = നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? M × A എന്നല്ലേ? മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നല്ലേ? ഈ എഫിനെ ഞാൻ 1 ന്യൂട്ടൺ ആക്കി. ഇത് 1 മാസ് 1 ആക്സലറേഷൻ. ഓക്കെ ആണോ? എല്ലാം 1 ആക്കിയേ. അപ്പൊ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ യൂണിറ്റ്? മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം അല്ലേ? ഹലോ,
ഹലോ, കേൾക്കുന്നില്ലേ? ആ, ഓക്കെ. അപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ആക്സലറേഷൻ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പൊ നമ്മുടെ കയ്യില് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ കിലോഗ്രാം, 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതും നിങ്ങളൊന്ന് ഓർത്തിരുന്നേക്കുക. അപ്പൊ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് എന്ന് പറയുന്ന സാധനമാണ് എന്ത്? ആ, ഈ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അതൊന്ന് ഓർത്തിരുന്നേക്കുക. ഓക്കെ, ഒന്ന് നോക്കിയേ. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഐസിൽ നിന്ന് വണ്ടി തള്ളുവെന്ന് വിചാരിക്കുക. ഉം? വണ്ടി തള്ളിയാൽ നീങ്ങില്ല. ഓക്കെ, ഞാനത് ആദ്യം പറഞ്ഞായിരുന്നു. കാരണം എന്താണ്? ഐസിൽ നിന്ന് വണ്ടി അതിലെ നീങ്ങില്ല എന്ന് പറഞ്ഞാല് നെറ്റ് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ഐസിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അവിടെ എന്തില്ല? പ്രതിപ്രവർത്തനം ഇല്ല. ഓക്കെ, പ്രതിപ്രവർത്തനം ഇല്ല. പ്രതിപ്രവർത്തനം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ തള്ളിക്കഴിഞ്ഞാൽ നീങ്ങാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഓൾറെഡി.
നെറ്റിന് എന്തോ ഇഷ്യൂ ആണ്. സെക്കൻഡ്.